ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ താഴ്മയും പ്രാർത്ഥനയും. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. യേശു യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടി മറുരൂപ മലയിലേക്ക് പോകുന്നു. അപ്പൊ ആ മലയുടെ താഴ്വാരത്ത് സംഭവിക്കുന്ന കാര്യമാണിത്. ഒരു മനുഷ്യൻ തൻ്റെ മകനുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അവന് ഊമനായ ഒരു ഭൂതം ആ കുട്ടിയെ ബാധിച്ച് അവനെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ യേശു പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷെ യേശുവിനെ കണ്ടില്ല. യേശുവിന്റെ ശിഷ്യന്മാരോട് ആ വ്യക്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. പക്ഷെ അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. യേശു മറുരൂപ മലയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ യേശു ചോദിക്കുന്നു, എന്താണ് ഇവിടുത്തെ പ്രശ്നം? അപ്പൊ ആ കുട്ടിയുടെ പിതാവ് പറയുന്നു, ഇതൊക്കെയാണ് കാര്യം, എൻ്റെ മകന്റെ പ്രശ്നം ഇതൊക്കെയാണ്. പക്ഷെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ഉടനെ യേശുവിന്റെ പ്രതികരണമാണ്, ശിഷ്യന്മാരെ നോക്കി പറയുന്ന വാക്കാണിത്. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനിലുള്ള ഭൂതത്തെ പുറത്താക്കി ആ കുഞ്ഞിനെ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ഈ കുട്ടിയിലുള്ള ഭൂതത്തെ പുറത്താക്കാൻ കഴിയാഞ്ഞത്? അവരുടെ അവിശ്വാസം നിമിത്തമാണ് അവർക്കത് കഴിയാഞ്ഞത്. എന്നാൽ താഴെ നമുക്ക് വായിക്കാം 23-ാമത്തെ വാക്യം. യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും, വിശ്വാസത്താൽ സകലതും കഴിയും. ഇനി 28-29 വാക്യങ്ങൾ. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ചോദിച്ചു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. നമുക്കറിയാം, യേശു ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് പുറത്താക്കാൻ കഴിഞ്ഞില്ല? അവിശ്വാസം നിമിത്തമാണ് പുറത്താക്കാൻ കഴിയാഞ്ഞത്. എന്നാൽ പിന്നീട് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നു, പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത്. ഇതേ ഭാഗം തന്നെ മത്തായിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 17-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. നിങ്ങൾക്ക് അവിടെ അത്ഭുതം ചെയ്യാൻ കഴിയാഞ്ഞത് നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകിയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്താണ് വിശ്വാസവും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം. എല്ലാവർക്കും രണ്ട് വിശ്വാസമേ ഉള്ളൂ. ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസം, രണ്ടാമത്തേത് പിശാചിലുള്ള വിശ്വാസമല്ല, നമ്മിലുള്ള വിശ്വാസം, സ്വയത്തിലുള്ള വിശ്വാസം, ബിജുവിലുള്ള വിശ്വാസം. സെൽഫ്, സ്വയം, ഞാൻ, അത് നല്ലതല്ല. സ്വയത്തിൽ നിന്ന് ദൈവികമായത് ഒന്നും വരികയില്ല. ജഡത്തിൽ നിന്ന് നല്ലത് ഒന്നും വരികയില്ല. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. പക്ഷെ നമ്മള് സെൽഫിനെ വളരെയധികം ബോസ്റ്റ് ചെയ്തുകൊണ്ട്, ഉയർത്തിക്കൊണ്ടാണ് പറയുന്നത്, ഒരു സെൽഫ് ഇമേജ് ഉണ്ടാക്കണം. സെൽഫ് ഇമേജ്, ഇതൊക്കെ ആത്മീക ഭാഷയായിട്ട് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ആത്മീക ഭാഷയല്ല, ഇത് ലോകത്തിന്റെ ഭാഷയാണ്. രണ്ട് വിശ്വാസങ്ങൾ, ഒന്നുകിൽ
നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകും. ഇത് രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, നേർവിപരീതമാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകത്തില്ല. നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകില്ല. ദൈവം മോശയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുക. മോശ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം മോശയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുക. അപ്പൊ മോശ എന്താ പറയുന്നത്? എന്റെ സെൽഫ് അത്രയും പോരാ, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. ആരാണ് വിളിച്ചെന്ന് ഓർക്കണം? സർവജ്ഞാനിയായ സർവശക്തനായ ദൈവമാണ് വിളിച്ചത്. ദൈവത്തിന് മോശയെ അറിയാം. മോശയിലുള്ളതൊന്നും ദൈവത്തിന് വേണ്ട, ദൈവത്തിന് ആവശ്യം മോശയാണ്. എന്നിട്ട് അവനിൽ തൻ്റെതായ കാര്യങ്ങൾ നിറച്ചിട്ട് ശുശ്രൂഷിപ്പാനാണ് ദൈവം ഉദ്ദേശിച്ചത്. പക്ഷെ മോശ പറയുന്നത്, എനിക്ക് എന്റെ സെൽഫിൽ വിശ്വാസമുണ്ട്, പക്ഷെ സെൽഫ് അത്രയും പോരാ. സെൽഫിൽ വിശ്വാസമുണ്ട്, പക്ഷെ സെൽഫ് കുറച്ച് മിടുക്കനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സെൽഫ് കുറച്ചും കൂടി ശക്തിയുള്ളതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട്, ആ ഡോക്ടർ, ആ കളക്ടർ, അയാൾ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ സുവിശേഷ വേലയ്ക്ക് എന്തോരം പ്രയോജനപ്പെട്ടേനെ. നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചോ? ദൈവത്തിന്റെ വേലയ്ക്ക് കളക്ടറോ ഓട്ടോറിക്ഷ ഡ്രൈവറോ കൂലിപ്പണിക്കാരനോ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ വടക്കേ ഇന്ത്യയിലുള്ള അനേക മിഷണറിമാരെ കണ്ടിട്ടുണ്ട്. അനേക വർഷങ്ങളായി വിശ്വസ്തയോടെ ദൈവത്തിന്റെ വേല ചെയ്ത് അവരിലൂടെ ദൈവം അനേകരെ വിശ്വാസത്തിലേക്ക് നടത്തി ഞാൻ കണ്ടിട്ടുണ്ട്. അവരാരും കളക്ടറോ, അവരെല്ലാവരും ഡോക്ടേഴ്സ് ഒന്നും അല്ല. ഡോക്ടേഴ്സിലൂടെയും ദൈവത്തിൽ പ്രവർത്തിക്കാം. പക്ഷെ ദൈവത്തിന് ഡോക്ടറിനെ ആവശ്യമില്ല, കളക്ടറിനെ ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം ഒരു വ്യക്തിയാണ്. അയാൾ ഒരു പക്ഷെ ഡോക്ടർ ആയിരിക്കാം, അയാൾ ഒരു പക്ഷെ കളക്ടർ ആയിരിക്കാം, അയാൾ ഒരു പക്ഷെ സാധാരണ ഒരു ജോലിക്കാരനായിരിക്കാം. അയാളിൽ ദൈവം തൻ്റെതായി നിറച്ചിട്ടാണ് ദൈവം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ മോശ പറയുകയാണ്, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, പക്ഷെ അതത്രയും പോരാ. എനിക്ക് തടിച്ച നാവില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ കർത്താവിന് വേണ്ടിയൊക്കെ സംസാരിച്ചേനെ, കർത്താവിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചേനെ. അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട്, മോശേ, തടിച്ച നാവുള്ളവനെയും വിക്കനെയും ഊമനെയും ചെകിടിനെയും സൃഷ്ടിച്ചതാര്? യഹോവയായ ഞാനല്ലയോ? നിന്നെ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ അറിയാം, നിന്റെ പരിമിതികൾ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. ഒരു പക്ഷെ ആ പരിമിതി ഉള്ളത് കൊണ്ടായിരിക്കാം വിളിച്ചത്. അപ്പൊ എന്ത് ചെയ്യണമായിരുന്നു മോശ? തന്റെ പരിമിതികൾ വിഷയമല്ലല്ലോ, ദൈവത്തിലാണ് വിശ്വാസം വെക്കേണ്ടിയിരുന്നത്. എന്നാൽ മോശ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാതെ തന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ തടസ്സം എന്ന് പറയുന്നത് നമ്മിലുള്ള വിശ്വാസമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള വിശ്വാസം, നമ്മുടെ പണത്തിലുള്ള വിശ്വാസം, നമ്മുടെ പരിചയത്തിലുള്ള വിശ്വാസം. അപ്പൊ എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഏകദേശം 10-30 വർഷമായിട്ട് ദൈവനെ പഠിപ്പിക്കുക. അപ്പൊ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാനുള്ള ഒരു തടസ്സം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ തടസ്സം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയാമോ? എൻ്റെ പരിചയമാണ്. എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും എന്നിലൂടെ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ പരിചയം കിടപ്പുണ്ട്, അത് പറയും. ദൈവം ഒരു വാക്യത്തിലൂടെ എന്നോട് സംസാരിച്ചാൽ ഞാന് ആ വാക്യം എനിക്കറിയാവുന്നതാണ് പറയുന്നത്. ദൈവത്തിന് ഒരു കാര്യമായിരിക്കും പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടത് 86-ലാണ്. ഞാൻ ഏകദേശം ഒരു 10-14 വർഷം ഉപയോഗിച്ചിരുന്ന ഒരു മലയാളം ബൈബിളുണ്ട്. എനിക്കതിൽ നല്ല പരിചയമാണ്. ഏത് ഭാഗവും എനിക്ക് പരിചയമുണ്ട്. ദൈവം എന്നോട് കുറെ വർഷങ്ങൾക്ക് മുൻപ് ആ ബൈബിള് മാറ്റി പുതിയൊരു ബൈബിൾ വാങ്ങിക്കാൻ പറഞ്ഞു. ദൈവത്തിന് ഏതെങ്കിലും ബൈബിളിന്റെ വിഷയമല്ല, എൻ്റെ പരിചയത്തിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ പുതിയൊരു ബൈബിൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ഒരു പരിചയമില്ല. ഞാൻ ചിന്തിച്ചു, ഞാൻ ചിന്തിച്ചു ഞാൻ മരിക്കാൻ പോകും. അതുകൊണ്ട് ദൈവനോട് പറയുന്നത്, കാരണം എൻ്റെ ശുശ്രൂഷ തീർന്നു. എനിക്കിനി ഒരു പുതിയ ബൈബിൾ കൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല.
പക്ഷെ അത്ഭുതകരമായി അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാൻ ദൈവം എനിക്ക് ആ പുതിയ ബൈബിളിലൂടെ സഹായിച്ചു. അങ്ങനെ കുറെ നാൾ തുടർന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വീണ്ടും ദൈവം എന്നോട് പറഞ്ഞു, പുതിയൊരു ബൈബിൾ വാങ്ങിക്കാൻ. അപ്പോഴും കുറച്ച് നെഞ്ചിടിപ്പായി. കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ പുതിയ ബൈബിൾ വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. പഴയ ബൈബിൾ വെച്ചുകൊണ്ടല്ല ഞാൻ ആ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് അസാധ്യം. തങ്ങളിലുള്ള ആശ്രയത്തിലൂടെ സമ്പത്ത് അവനെ ആശ്രയം വെപ്പിക്കാൻ കാരണമാക്കി തീർക്കും. ദൈവത്തിൽ ആശ്രയമില്ലാതെ ആർക്കും സ്വർഗത്തിൽ കയറാൻ പറ്റത്തില്ല. സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം തന്റെ ജനങ്ങളോട് പറയുന്നത്, ബാബിലോണിയ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ തിരിച്ച് ദൈവം ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന്റെ ആലയം പണിയാൻ അവരൊരുങ്ങുകയാണ്. പക്ഷെ അവർക്ക് പണിയാൻ ഉത്സാഹമില്ല. കാരണം അവർക്ക് വേണ്ട റിസോഴ്സസ് ഇല്ല, പണമില്ല, സൗകര്യങ്ങളില്ല. അപ്പോൾ ദൈവം കൊടുക്കുന്ന സന്ദേശമാണ്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലൂടെയാണ് സംഭവിക്കുന്നത്. അവര് പറഞ്ഞതെന്താ? ഞങ്ങൾക്ക് സൈന്യമില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല. പക്ഷെ ദൈവം പറയുന്നത്, എനിക്ക് സൈന്യവും വേണ്ട, ശക്തിയും വേണ്ട, പണവും വേണ്ട, എന്റെ ആത്മാവ് നിങ്ങളിലൂടെ അത് ചെയ്യും. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ തടസ്സം എന്ന് പറയുന്നത് എന്നിലുള്ള വിശ്വാസമാണ്. എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമുക്ക് നമ്മളിലുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. നമ്മിലുള്ള വിശ്വാസത്തിന്റെ പേരാണ് പ്രൈഡ്, നിഗളം. നമ്മിലുള്ള വിശ്വാസത്തിന്റെ പേരാണ് പ്രൈഡ്. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പേരാണ് ഹ്യൂമിലിറ്റി. ഒരു മനുഷ്യൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ താഴ്മയുള്ളവനാണ്. ഒരു മനുഷ്യൻ തന്റെ കഴിവിലും തന്റെ ശക്തിയിലും തന്റെ പരിചയത്തിലും തന്റെ വിദ്യാഭ്യാസത്തിലും തന്റെ കുടുംബ മഹിമയിലൊക്കെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് പ്രൈഡ്, അത് അഹങ്കാരമാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 33-34 വാക്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ സംഭവം ഉണ്ടല്ലോ, ആ ബാലനെ സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയാഞ്ഞത്, അതിന്റെ താഴെയാണ് നമ്മൾ ഈ സംഭവം കാണുന്നത്. ആ സംഭവത്തിന് ശേഷം അവർ നടന്ന് കഫർന്നഹൂമിലെത്തി. ആ നടപ്പിന്റെ ഇടയിൽ സംഭവിച്ച കാര്യമാണിത്. അവർ കഫർന്നഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് അവർക്ക് സൗഖ്യമാക്കാൻ കഴിയാഞ്ഞത്? കുറച്ചു മുമ്പാണ് സംഭവം നടന്നത്. അവർക്ക് തങ്ങളിൽ വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവരുടെ ഇടയിൽ വാദം നടക്കുകയാണ്. പത്രോസ് ആണോ വലിയവൻ, യോഹന്നാനാണോ വലിയവൻ? യാക്കോബാണോ വലിയവൻ, യൂദയാണോ വലിയവൻ? ഒരാൾ പറയുകയാണ്, ഞാൻ യേശുവിനോട് അടുത്തിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാനാണ് വലിയവൻ. പത്രോസ് പറയുകയാണ്, ഞാനല്ല എപ്പോഴും യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് വലിയവൻ. ഇങ്ങനെ തങ്ങളിൽ വലിയവൻ ആരാണ് എന്നുള്ള ചിന്തയും അതിനോട് ബന്ധപ്പെട്ട് മത്സരങ്ങളും ഉണ്ടാകുമ്പോൾ അതിന്റെ അർത്ഥം അവരിൽ അവർക്ക് വലിയ വിശ്വാസമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ ലോകത്തിൽ പുകഴ്ച പറയുവാനായി ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, വിദ്യാഭ്യാസമില്ല, പണമില്ല, സൗന്ദര്യമില്ല, കഴിവില്ല, ഒന്നുമില്ലാത്ത മനുഷ്യൻ, അങ്ങനെയുള്ള ഒരാള് ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മിലുള്ള ആശ്രയം, നമ്മിലുള്ള വിശ്വാസമാണ് ഈ തർക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണ് പ്രാർത്ഥന? നമ്മള് പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് വളരെ വികലമാണ്. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം,
നിങ്ങൾ ക്രിസ്തീയ ജീവിതം ആരംഭിച്ച സമയത്ത് ദൈവം നിങ്ങൾക്ക് ചില വെളിപ്പാടുകൾ തന്നു. ആ വെളിപ്പാടുകൾ അൾട്ടിമേറ്റ് അല്ലായിരുന്നു, ആത്യന്തികമല്ലായിരുന്നു. അന്നത്തെ സമയത്തിന് വേണ്ടിയുള്ള വെളിപ്പാടാണ് ദൈവം തന്നത്. നമ്മൾ കണ്ടു, ആദ്യ സമയത്ത് ദൈവം ഈ പ്രപഞ്ചത്തിലൂടെയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അത് ആ കാലഘട്ടത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച, ജനങ്ങളുടെ നിലവാരത്തിനനുസരിച്ചായിരുന്നു അത്. നാം ക്രിസ്തീയ ജീവിതം തുടങ്ങിയ സമയത്ത് ദൈവം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത് പിന്നീട് നമ്മൾ കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പഠിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് അല്ല, അത് തന്നെയാണ് ആദ്യം ഞാൻ മനസ്സിലാക്കിയതാണ്, അതിനി മാറ്റമില്ല എന്ന് ഒരു പിടിവാശി എനിക്കുള്ളത് കൊണ്ട് ദൈവത്തിന് പിന്നെ എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഈ വിശ്വാസത്തിന്റെ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, തൽക്കാലത്തേക്ക് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം, ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം. പിന്നീട് പല ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ നമ്മൾ അധികമായി പഠിക്കാൻ തുടങ്ങി. കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ്, പക്ഷേ കട്ടിയുള്ള ആഹാരം തരാൻ കഴിയത്തില്ല, ഇപ്പോഴും പാലാണ് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടുതൽ വെളിപ്പാടുകൾ തന്ന് നമ്മളെ അന്ന് പഠിപ്പിച്ച കാര്യത്തിന്റെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പ്രാർത്ഥനയുടെ വിഷയത്തിലും അത് തന്നെയാണ്. ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, യേശുപ്പാ എനിക്ക് പഠിക്കാൻ ബുദ്ധി തരണേ, എൻ്റെ അപ്പനും അമ്മയ്ക്കും കാശ് കൊടുക്കണേ, എനിക്ക് ഭക്ഷണം തരണേ, എനിക്ക് മിഠായി തരണേ, എനിക്ക് കളിപ്പാട്ടം തരണേ. ആ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടു, കാരണം ഒരു കുഞ്ഞിന്റെ പ്രാർത്ഥനയാണ്. പക്ഷേ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, കാലങ്ങൾ കഴിയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ഇപ്പോൾ വർഷം കഴിഞ്ഞു, നമ്മുടെ പ്രാർത്ഥന എന്താണ്? അന്ന് നമ്മൾ പ്രാർത്ഥിച്ചത് കളിപ്പാട്ടത്തിനും ചോക്ലേറ്റിനും വേണ്ടിയാണെങ്കിൽ ഇന്ന് ആ വസ്തുവിന്റെ പേര് മാറിയെന്നേ ഉള്ളൂ, പ്രാർത്ഥന അത് തന്നെയാണ്. ഇന്ന് നമുക്ക് എന്താ പ്രാർത്ഥന? നമുക്ക് ആവശ്യമുള്ളതും ആഗ്രഹമുള്ളതും അത്യാഗ്രഹമുള്ളതും ഒക്കെ ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് ഇപ്പോഴും നമുക്ക് പ്രാർത്ഥന. എന്നാൽ ആഴത്തിലുള്ള പ്രാർത്ഥന എന്താണ്? ആഴത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദരിദ്രന്റെ ഭാഷയാണ് പ്രാർത്ഥന. ആത്മാവിൽ ദരിദ്രായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. താഴ്മയുള്ള ഒരു മനുഷ്യന്റെ ഭാഷയാണ് പ്രാർത്ഥന. ശരിയായ പ്രാർത്ഥന താഴ്മയുള്ളവന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. ശരിയായ പ്രാർത്ഥന താഴ്മയുള്ളവന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. പഴയ നിയമത്തിൽ ചില വാക്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് താഴ്മയുടെ അടയാളമായി അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സങ്കീർത്തനം 35:13, ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു. രട്ടെന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ അടയാളമായി അന്ന് അവർ ധരിച്ചിരുന്ന വസ്ത്രമാണ്, രട്ടുടുത്തു. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. മലയാളത്തിൽ ആത്മതപനമാണ്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഐ ഹംബിൾ മൈസെൽഫ് വിത്ത് ഫാസ്റ്റിംഗ്. ഉപവാസത്താൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി. ഉപവാസം എന്തിനാണ്? തന്നെ തന്നെ താഴ്ത്തുക. ഇന്നും അത് തന്നെയാണ്. പഴയ നിയമത്തിൽ അത് കാണുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അത് തന്നെയാണ്. ഇന്നും പ്രാർത്ഥന താഴ്മയുള്ളവന്റെ ഭാഷയാണ്. പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് പ്രാർത്ഥന എന്തായി മാറി? സാധാരണ ഈ കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ വലിയൊരു പ്രശ്നമാണ്, ആർക്ക് പ്രാർത്ഥന കൊടുക്കും? അപ്പൊ ചിലവർ പ്രശ്നം ഉണ്ടാക്കും, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലൊരു അവസരം തന്നില്ല. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, പ്രാർത്ഥിക്കാൻ എന്തിനാ അവസരം? ജയിലിൽ കിടന്ന് പ്രാർത്ഥിക്കാം,
യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, വീട്ടിൽ കിടന്ന് പ്രാർത്ഥിക്കാം, നടന്ന് പ്രാർത്ഥിക്കാം, ഓടി പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും സ്വാതന്ത്ര്യമുള്ളപ്പോൾ എന്തിനാ പ്രാർത്ഥനയ്ക്ക് അവസരം? എന്താ അർത്ഥമാക്കിയത്? ആൾക്കാരുടെ മുൻപിൽ സ്റ്റേജിൽ കയറി നിന്ന്, മൈക്കിന്റെ മുമ്പിൽ നിന്ന്, ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ബിജു PX മുൻപിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ ടപ് 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 എന്നൊക്കെ നടന്ന സ്റ്റേജിലേക്ക് വന്ന് എല്ലാവരേക്കും നോക്കി. ഇന്ന് പ്രാർത്ഥന അഹങ്കാരത്തിന്റെയും അഹങ്കാരികളുടെയും ഭാഷയായി മാറി. ഐ ഹംബിൾ മൈസെൽഫ് വിത്ത് ഫാസ്റ്റിംഗ്. ഉപവാസം എന്താണ്? ഉപവാസം നമ്മൾ കൊട്ടിഘോഷിക്കുകയാണ്. മറ്റൊരാളുടെ ഉപവാസത്തെ ഞാൻ പരിഹസിക്കുന്നു. കാര്യം എന്താണ്? അവൻ എന്തൊരു ഉപവാസം, ഉപവസിച്ചപ്പോ പാലില് അവൻ ബോൺവിറ്റ ഇട്ടാ കുടിച്ചത്. അവൻ ബോൺവിറ്റ ഇട്ടെങ്കിലും കുടിക്കട്ടെ, അവൻ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് അസൂയാണ്. എവിടെ നിന്ന് അസൂയ ഉണ്ടാകുന്നത്? ഫ്രം പ്രൈഡ്, അഹങ്കാരത്തിൽ നിന്നാണ്. നമുക്കിന്ന് പ്രാർത്ഥന അഹങ്കാരത്തിന്റെ ഭാഷയായി. തെറ്റായ പ്രാർത്ഥനയെക്കുറിച്ചും ശരിയായ പ്രാർത്ഥനയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായി യേശു പറഞ്ഞൊരു ഉപമയുണ്ട്. ആ ഉപമയിൽ രണ്ടുപേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഒന്ന് പരീശൻ, ഒന്ന് ചുങ്കക്കാരൻ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. പരീശൻ പ്രാർത്ഥിച്ചത് അഹങ്കാരത്തോടുകൂടെയാണ്. പരീശന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. എന്നാൽ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് താഴ്മയോടുകൂടെയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. പ്രാർത്ഥനയിൽ തന്നെത്താൻ ഉയർത്തുന്നവൻ. അല്ലാതെ ഉയർത്തുന്ന കാര്യമാണ് ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്. പ്രാർത്ഥനയിൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, പ്രാർത്ഥനയിൽ തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ദൈവം സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥന താഴ്മയുള്ളവനെ പ്രാർത്ഥിക്കാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് താഴ്മയില്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ചിന്തിക്കുക, നിങ്ങൾക്ക് താഴ്മയുണ്ടാകും. താഴ്മയുള്ളവനെ പ്രാർത്ഥിക്കാൻ പറ്റൂ, പ്രാർത്ഥിക്കുന്നവനെ താഴ്മയുണ്ടാകും. യേശു ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കരുതെന്നൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. പ്രാർത്ഥനയല്ല, ചില കാര്യങ്ങൾ യേശു പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കരുത്. അവിടെ യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത് നിങ്ങൾ പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ താഴ്മയെക്കുറിച്ച് വളരെയധികം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, എല്ലാവരിലും ആവശ്യം പോലെ നീളമുണ്ട്. 2, ഈ അന്ത്യകാലത്ത് അത് വളരെയധികം വർദ്ധിച്ചു. ഇന്ന് സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന കാര്യമായി നീളം. ഞാൻ നിഗളിച്ചാൽ അത് സഭയും അംഗീകരിക്കും, സമൂഹം അംഗീകരിക്കും. പക്ഷെ അതിന് വേറെ പേരുകളൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവരെന്തിനാ പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവർ കാണേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഈ കോണ്ടെക്സ്റ്റിൽ ഈ വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ സാധാരണ വാതിലടയ്ക്കുന്നത് ഡിസ്റ്റർബൻസ് കുറയാൻ വേണ്ടിയാണ്. വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് കുറയ്ക്കാനല്ല. ഈ കോണ്ടെക്സ്റ്റിൽ ആരും കാണാതിരിക്കുക. അതിന്റെ അർത്ഥം വാതിലടയ്ക്കുക എന്നല്ല, ആരെയും കാണിക്കാതെ പ്രാർത്ഥിക്കുക.
പ്രാർത്ഥന താഴ്മയുള്ളവന്റെ ഭാഷയാണ്. നിങ്ങളുടെ ആത്മീയത നിങ്ങൾക്ക് കാണിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങളിൽ ദൈവത്തിന്റെ സ്വഭാവമല്ല, അത് അന്ധകാരത്തിന്റെ സ്വഭാവമാണ്. യേശുവിന്റെ സ്വഭാവമല്ല അഹങ്കാരം. യേശു തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിരിപ്പിൻ. ഇന്ന് സഭയിലും നമ്മുടെ ചുറ്റും അതാണ് കാണുന്നത്. പരസ്യങ്ങൾ. ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുൻപാണ് ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലെ ഒരു മാഗസിന്റെ ഓഫീസിൽ ഇരിക്കുക. അപ്പൊ ഒരാൾ വന്ന് ബഹളം ഉണ്ടാക്കുക. എന്താണെന്നറിയാമോ? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ഉപവാസ പ്രാർത്ഥനയുടെ നോട്ടീസ് അയച്ചിരുന്നു, നിങ്ങൾ എന്താണ് പബ്ലിഷ് ചെയ്യായിരുന്നത്? ഞാൻ ഉപവസിക്കുമ്പോൾ എന്തിനാ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്? എവിടെ നിന്നാണ് എന്നെ തന്നെ പബ്ലിഷ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്? പ്രൈഡ്, അഹങ്കാരം. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. താഴ്മയുടെ വളരെ ഉയർന്ന ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങൾ ബൈബിളിലുണ്ട്. യേശു കഴിഞ്ഞാൽ അതിലൊരാളാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ആളുകളെ അയച്ചിട്ട് പുരോഹിതന്മാർ ചോദിച്ചു, അവൻ ആരാണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോവാ. അപ്പൊ ഇവര് വന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? അവര് ചോദിക്കുന്നത് നീ ആരാണെന്നാണ്, അല്ലെ അവരെന്നെ അറിയാൻ ശ്രമിക്കുന്നത് നീ ആരാണെന്നാണ്. പക്ഷെ യോഹന്നാൻ സ്നാപകൻ കാണിക്കാൻ ശ്രമിക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ആരല്ല. ആദ്യം അവർ സംശയിക്കാൻ സാധ്യതയുള്ള കാര്യം പ്രവാചകന്മാരാണോ, പിന്നെ സംശയിക്കാൻ സാധ്യതയുള്ള കാര്യം മശിഹയാണോ. കാരണം മശിഹ വരുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട്. ആ മശിഹയുടെ ലക്ഷണങ്ങളൊക്കെ യോഹന്നാൻ സ്നാപകനിലുണ്ട്. യോഹന്നാൻ സ്നാപകൻ വളരെ താഴ്മയുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മശിഹയല്ല. എന്നിട്ട് കുറച്ചും കൂടെ കടത്തി പറഞ്ഞു, ഞാൻ മശിഹയല്ലെന്ന് മാത്രമല്ല, മശിഹയുടെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പഴയ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ യജമാൻ മടങ്ങി വരുമ്പോൾ ആ യജമാനന്റെ ചെരുപ്പിന്റെ വാറഴിക്കുന്നത് യജമാനനല്ല, അടിമകൾ ഓടി വരും, എന്നിട്ട് ഈ യജമാനന്റെ ചെരുപ്പിന്റെ വാറഴിക്കും. അടിമ എന്ന് പറയുന്നത് പോലും ഏറ്റവും കുറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. യാതൊരു വിലയുമില്ലാത്ത ഒരു വ്യക്തിയാണ് അടിമ. ആ അടിമയാണ് യജമാനന്റെ ചെരുപ്പിന്റെ വാറഴിക്കുന്നത്. യോഹന്നാൻ പറയാണ്, എനിക്ക് അതിനുപോലും യോഗ്യതയില്ല. ആ യോഹന്നാനെ കുറിച്ച് യേശു പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മെ തന്നെ അധികം പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ അത് അഹങ്കാരത്തിൽ നിന്നാണോ, അഹങ്കാരത്തിന് വേണ്ടിയുള്ളതാണോ? പ്രാർത്ഥന എന്ന് പറയുന്നത് താഴ്മയുള്ളവന്റെ ഭാഷയാണ്. എന്നിട്ട് യേശു പ്രാർത്ഥന പഠിപ്പിച്ചു, ശരിയായ പ്രാർത്ഥന. ആ പ്രാർത്ഥന തുടങ്ങുന്നത് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അല്ലെങ്കിൽ മഹത്വപ്പെടണമേ. ഇനി ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതോ, രാജ്യവും മഹത്വവും ശക്തിയും എന്നേക്കും അങ്ങേക്കുള്ളത്. പ്രാർത്ഥന തുടങ്ങിയത് ദൈവത്തിന് മഹത്വം, പ്രാർത്ഥന അവസാനിപ്പിച്ചത് ദൈവത്തിന് മഹത്വം. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിന്റെ മുൻപിൽ ഒന്നുമില്ലാത്ത ഞാൻ നിലവിളിക്കുന്ന നിലവിളിയാണ് പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് എന്നിൽ വിശ്വാസമില്ല, എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമില്ല, എനിക്ക് എന്റേതായ കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഞാൻ ഇല്ലാതാകുകയാണ്. ഞാനോ കുറയണം, അവനോ വളരണം. ഒരു അഹങ്കാരിയായ മനുഷ്യന് യേശുവിന്റെ നാമം ഉപയോഗിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക്
ഈ ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതിരുന്നത്? അവർക്ക് കർത്താവിൽ വിശ്വാസമില്ല. എന്തുകൊണ്ട് കർത്താവിൽ വിശ്വാസമില്ല? അവർക്ക് അവരിൽ നല്ല വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അവരിൽ നല്ല വിശ്വാസം? അവർക്ക് പ്രാർത്ഥനാ ജീവിതമില്ല. പ്രാർത്ഥിക്കുമ്പോൾ അവൻ കൂടുതൽ താഴ്മയുള്ളവനായി തീരുകയാണ്. ശരിയായ പ്രാർത്ഥന, ഇന്നത്തെ പ്രാർത്ഥനയല്ല ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ വസ്തുവകൾ കിട്ടാനുള്ള പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതായി മാറി. പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ഞാൻ താഴ്മയുള്ളവനായി മാറുകയാണ്. ഞാൻ താഴ്മയുള്ളവനാകും തോറും എനിക്ക് എന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. എന്റെ വിശ്വാസം, എന്നിലുള്ള വിശ്വാസം എത്ര കുറയും അത്രയും ദൈവത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടാകും. ദൈവത്തിൽ വിശ്വാസമുള്ളവരെ കൊണ്ട് എല്ലാം സാധ്യം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? വിശ്വാസമുള്ളവനെ കൊണ്ട് എല്ലാം സാധ്യം. അഹങ്കാരിയായ ഒരു മനുഷ്യന് യേശുവിന്റെ നാമം ഉപയോഗിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ഉപയോഗിക്കുന്നത് യേശുവിന്റെ നാമമാണെങ്കിലും, അവന്റെ വാക്ക് യേശുവിന്റെ നാമമാണെങ്കിലും, അവന്റെ ഹൃദയത്തിൽ അവന്റെ നാമമാണ്. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടല്ലോ, രോഗം സൗഖ്യമാക്കിയതും ഒക്കെ TV-യിൽ കാണിച്ചും യൂട്യൂബിൽ കാണിച്ചും താൻ മഹാനാണെന്ന് പറയുന്ന ഓരോരോ പരിപാടികൾ. യേശു ചിലപ്പോൾ പറഞ്ഞു, താൻ അത്ഭുതം ചെയ്തിട്ട് പറഞ്ഞു, ആരോട് ഇത് പറയരുത്. പക്ഷെ ഇന്ന് എത്രമാത്രം തന്നെ പ്രകടിപ്പിക്കാമോ അത്രയും പ്രകടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഞാനിത് പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റുകളെ പറയാനല്ല, നിങ്ങൾക്കത് സംഭവിക്കരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രകടിപ്പിക്കാൻ ഒന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അഹങ്കാരിയായ മനുഷ്യന് യേശുവിന്റെ നാമം ഉപയോഗിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ പറയുന്നത് യേശുവിന്റെ നാമമാണെങ്കിലും അതിന്റെ ധ്വനി തന്റെ നാമമാണ്. അത് പിശാചിനറിയാം. അതുകൊണ്ട് പിശാചിനത് പ്രശ്നമില്ല. ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്കേവ പുരോഹിതന്റെ മക്കൾ യേശുവിന്റെ നാമം ഉപയോഗിച്ച് ഒരു ഭൂതം ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കാൻ ശ്രമിക്കുക. അവർ ചിലപ്പോൾ കണ്ടു കാണും പത്രോസ് എങ്ങനെയാണ് ഭൂതത്തെ പുറത്താക്കുന്നത്, യോഹന്നാൻ എങ്ങനെയാണ് ഭൂതത്തെ പുറത്താക്കുന്നതൊക്കെ അവർ കണ്ടു കാണും. അപ്പൊ അവർക്ക് തോന്നി ഇത് കൊള്ളാലോ, നല്ല ഏർപ്പാടാണല്ലോ. അവര് യേശുവിന്റെ നാമത്തിൽ ഭൂതത്തോട് പുറത്തു പോകാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് അവർ പറഞ്ഞു കാണും. അപ്പൊ ദുരാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ ഞങ്ങൾക്ക് പേടിയാണ്. പൗലോസിനെയും പേടിയാണ്. കാരണം പൗലോസ് ഉപയോഗിക്കുന്നത് യേശുവിന്റെ നാമമാണ്, പൗലോസിന്റെ നാമമല്ല. പൗലോസിന്റെ നാമം ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ ആരാണ്? എന്നെ പുറത്താക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന യേശുവിന്റെ നാമമായിരിക്കാം, പക്ഷേ നിങ്ങൾ പറയുന്ന വാക്ക് യേശുവിന്റെ നാമമാണെങ്കിലും അതിന്റെ പുറകിലുള്ള അർത്ഥം യേശുവിന്റെ നാമമല്ലല്ലോ, നിങ്ങളുടെ നാമമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആരാണ്? ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ ഇരുവരെയും കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. അഹങ്കാരിയായ ഒരു മനുഷ്യന് യേശുവിന്റെ നാമം ഉപയോഗിക്കാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എത്രയോ അഹങ്കാരത്തിൽ ആളുകൾ ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ ഞങ്ങൾ TV-യിൽ കണ്ടിട്ടുണ്ട്. ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞു, എല്ലാം നടക്കുന്നത് യേശുവിന്റെ നാമത്തിലും യേശുവിലുമാണെന്ന് ആര് പറഞ്ഞു? യേശുവിന്റെ നാമം എടുത്തു എന്ന കാരണത്താൽ അത് യേശുവിന്റെ നാമം ആകണമെന്നില്ല. സ്കേവയുടെ മക്കളും യേശുവിന്റെ നാമം തന്നെ ആയിരിക്കും ഉപയോഗിച്ചത്. പക്ഷേ അഹങ്കാരിയായ ഒരുത്തൻ യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ ഭൂതത്തിന് തിരിച്ചറിയാൻ പറ്റും. ശിഷ്യന്മാർക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിന്റെ തൊട്ടടുത്ത് അവർ തർക്കിക്കുന്നത് ഞങ്ങളിൽ വലിയവൻ ആരെന്നാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ 1 മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? കുടുംബജീവിതത്തിൽ, സഭയിൽ, സമൂഹത്തിൽ ആവശ്യം പോലെയുള്ള ഒരു കാര്യമാണ് ശണ്ഠയും കലഹവും. കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു ഗവൺമെന്റ് വക്കീൽ, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം കേരളത്തിലൊരു സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹം പറയായിരുന്നു, അവിടെ എത്രയോ ആയിരക്കണക്കിന് കേസ് കെട്ടിക്കിടക്കുകയാണ്. കാരണം അവിടെ ആകെ ഒരു ജഡ്ജിയുണ്ട്, ഒരു പ്രോസിക്യൂട്ടറുണ്ട്. വിശ്വാസികളുടെ കേസും കെട്ടിക്കിടക്കുകയാണ്. പള്ളി കേസും ചർച്ച് കേസും ഒക്കെ കെട്ടിക്കിടക്കുക. നിങ്ങൾ ഈ ശണ്ഠയും കലഹവും എവിടെ നിന്ന്?
നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിൽ ഇങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എവിടെ നിന്നാണ് ഈ ചണ്ടയും കലഹവും ഉണ്ടാകുന്നത്? ചണ്ടയും കലഹവും ഉണ്ടാകുന്നത് ഫ്രം പ്രൈഡ്. ശിഷ്യന്മാരുടെ ഇടയിൽ ചണ്ടയും കലഹവും ആവശ്യം പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പത്രോസും യോഹന്നാനൊക്കെ വളരെയധികം മാറിക്കഴിഞ്ഞ ശേഷം അവര് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു മുടന്തനായ ഒരു മനുഷ്യനെ കാണുന്നു. അപ്പൊ പത്രോസ് യോഹന്നാന് പറഞ്ഞൊരു വാക്കുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് നൽകാൻ ഞങ്ങളുടെ പേരുമില്ല. പണ്ടതായിരുന്നല്ലോ, ഞങ്ങളിൽ വലിയവനാരല്ലേ, യേശുവിന്റെ നാമത്തിൽ നടക്കും. അവൻ എഴുന്നേറ്റ് നടന്നു. അതിനു മുൻപ് അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഉപയോഗിച്ചിരുന്നത് അവരുടെ നാമമാണ്. പറഞ്ഞത് യേശുവിന്റെ നാമമാണെങ്കിലും അവരുടെ മനോഭാവം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ആരാണ് വലിയവനെന്ന് പറയാൻ. ഒരു പക്ഷേ യേശു ചെയ്ത രീതികളൊക്കെ ശ്രമിച്ചു കാണും, നടന്നില്ല. ഇപ്പോൾ പറയുകയാണ്, ഒന്നും ഞങ്ങളുടെ ഇല്ല, നസ്രായനായ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ, ആ നാമത്തിൽ നടക്കും. അപ്പൊ യാക്കോബ് പറയുകയാണ്, എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കലഹവും ശണ്ടയും ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഉള്ളിൽ പാഷൻസ്, മോഹങ്ങൾ, ഭോഗേച്ഛ. യാക്കോബ് ഈ ലേഖനം എഴുതുന്ന ആർക്കാണ്? അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ടു ദ 12 ട്രൈബ്സ് ഇൻ ദ ഡിസ്പേർഷൻ, ചിതറിക്കിടക്കുന്ന 12 ഗോത്രങ്ങൾക്ക്, അതായത് വിശ്വാസികൾക്ക്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. വിശ്വാസികൾക്ക്. ഇത് നമ്മളോട് പറയുന്ന കാര്യമാണ്. അന്ന് യാക്കോബ് അന്നത്തെ വിശ്വാസികളോട് പറഞ്ഞെങ്കിൽ ഇന്ന് എന്നോട് പറയുന്ന കാര്യമാണ്. എന്താ പറയുന്നത്? ഈ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിന്റെ ഉള്ളിലുള്ള ആ ഡിസയേഴ്സ്, പ്ലഷേഴ്സിന് വേണ്ടിയുള്ള, സുഖത്തിന് വേണ്ടിയുള്ള മോഹങ്ങൾ, പാഷൻസ്. ഇന്നത്തെ പ്രശ്നം നമുക്കറിയാം, എത്ര കിട്ടിയിട്ടും തൃപ്തിയാകുന്നില്ല, എത്ര ഓടിയിട്ടും ഓട്ടം തീരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവാസം പറഞ്ഞത്, ചെറിയ പ്രായത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ നുണ പഠിപ്പിച്ച് തുടങ്ങും. സ്കൂളിൽ പോയാൽ നിന്റെ സകല പ്രശ്നവും തീരും, നല്ല മാർക്ക് മേടിച്ചാൽ സകല പ്രശ്നം തീരും. 10ാം ക്ലാസ് പാസ്സായാൽ പിന്നെ തീർന്നു. 10ാം ക്ലാസ് പാസ്സായ പറയും ഇനി പ്ലസ് 1 കൂടി കഴിഞ്ഞാൽ പിന്നെ സംഗതി ശരി. പ്ലസ് 1 പ്ലസ് 2 കൂടി കഴിഞ്ഞാൽ പറഞ്ഞു ഇനി ഡിഗ്രിയും കൂടി കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഉറപ്പായി. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് പോരാ, ഒരു ജോലി കിട്ടണം. ജോലി കിട്ടിയാലും തീരത്തില്ല, പിന്നെ ഒരു കല്യാണം കഴിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, കല്യാണം കഴിച്ചവർക്ക് അറിയാലോ പിന്നെന്താണ്. യാക്കോബ് തുടങ്ങുമ്പോൾ പറഞ്ഞു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. കിട്ടിയിട്ട് തൃപ്തിയാകുന്നില്ല, മോഹം. അപ്പൊ ഇവര് മോഹിച്ചിട്ട് പ്രാപിക്കുന്നില്ല. മോഹിച്ചിട്ട് പ്രാപിക്കാതെ വരുമ്പോൾ പിന്നെ അടുത്ത പരിപാടി കൊല്ലുന്നു, അസൂയപ്പെടുന്നു. മറ്റൊരാളുമായിട്ടുള്ള താരതമ്യത്തിൽ നിന്നാണ് അസൂയ ഉണ്ടാകുന്നത്. ഞങ്ങളിൽ വലിയവനാര്? പിന്നെ നമ്മുടെയൊക്കെ ഇടയിൽ അസൂയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആരുടെ പ്രാർത്ഥനയാണ് നല്ല പ്രാർത്ഥന? ഓ, നീ പ്രാർത്ഥിച്ചിട്ട് രോഗം മാറിയില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് രോഗം മാറി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ട്രിവാൻഡ്രത്ത് വന്നപ്പോ, ഇവിടെയുള്ള ഒരു സാരിക്കടയിൽ പോകണം. ശരി, ഞാൻ ആ വ്യക്തിയെയും കൂട്ടി, അവർ 2-3 സ്ത്രീകളുണ്ട്, അവരെയും കൂട്ടി ആ സാരിക്കടയിൽ പോയി. ആ സാരിക്കടയുടെ പ്രത്യേകത, അവിടെ നല്ല വെള്ള സാരി കിട്ടും. ആ വാക്ക് ശ്രദ്ധിക്കുക, നല്ല വെള്ള സാരി. ഈ വെള്ള സാരി എന്തിനാ കൊടുക്കുന്നത്? സാധാരണ എൻ്റെ അറിവിൽ വെള്ളസാരി എന്ന് പറഞ്ഞാൽ വളരെ ലാളിത്യത്തിന്റെ ഒരു അടയാളമായിട്ടാണ് ആ സാരി ഉടുക്കുന്നത്. വലിയ ഫാഷൻ ഒന്നും ഇല്ലെന്ന അർത്ഥത്തിൽ. ഞാൻ അവരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ ഇട്ട് ഞാൻ അവിടെ മാറിയിരിക്കാം. എനിക്ക് ചിരി വന്നു. കാര്യം,
ഈ ലാളിത്യത്തിന്റെ അടയാളമായി ഈ വെള്ള സാരി അവർ തിരിച്ചു നോക്കുന്നു, മറിച്ചു നോക്കുന്നു, തിരിച്ചു നോക്കുന്നു, മറിച്ചു നോക്കുന്നു. അപ്പൊ എന്തിനാണ് ഇത്രമാത്രം ഈ അന്വേഷണം നടത്തുന്നത്? ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റിയ നല്ല വെള്ള സാരി ഏതാണ്? ബോഗേച്ച. ആത്മീയത്തിന്റെ പേരിൽ, കർത്താവിന്റെ പേരിൽ, വിശുദ്ധിയുടെ പേരിൽ, വെള്ളസാരിയുടെ പേരിൽ എല്ലാം ഉണ്ട്. എന്നിട്ട് കിട്ടാതെ വരുമ്പോൾ കലഹം, ശണ്ട. ഇനി ശ്രദ്ധിക്കുക, 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ യാചിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല. എന്താ കിട്ടാത്തത്? നിങ്ങൾ യാചിക്കുന്നത് വല്ലാതെയുള്ള യാചനയാണ്. എന്താ ഈ വല്ലാതെയുള്ള യാചന? ആർത്തിയിൽ നിന്നുള്ള യാചനയാണ്, ജഡത്തിൽ നിന്നുള്ള യാചനയാണ്, മോഹങ്ങളിൽ നിന്നുള്ള യാചനയാണ്. എന്നിട്ട് വളരെ കഠിനമായൊരു ഭാഷ യാക്കോബ് ഉപയോഗിക്കുകയാണ്. വ്യഭിചാരിണികളെ, ഒരു പുരുഷനെ വിട്ട് മറ്റൊരു പുരുഷന്റെ പുറകെ പോകുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷന്റെ പുറകെ പോകുന്ന വ്യഭിചാരിണി. യേശുവിനെ വിട്ടിട്ട് ലോകത്തിന്റെ പുറകെ പോകുന്ന ഒരു വിശ്വാസി. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നീ അറിയുന്നില്ലേ? ഈ വാക്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ പറയുന്നത് നിങ്ങൾ യാചിച്ചിട്ടും കിട്ടുന്നില്ല. എന്ത്? മുകളിൽ പറയുന്ന കാര്യമല്ല. നമ്മൾ ചിന്തിക്കുന്ന മോഹിച്ച കാര്യം ശരിയായി പ്രാർത്ഥിച്ച കിട്ടും അല്ല. വല്ലാതെ യാചിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, ഉപവാസത്തോടെയല്ല പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് കിട്ടാത്തല്ല. ദിസ് ഈസ് റോങ് പ്രയർ. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തിന്റെ ശത്രു ആരാ? സാത്താൻ. നമുക്ക് ഏതെങ്കിലും രണ്ടു പക്ഷത്തെ നിൽക്കാൻ പറ്റൂ. ഒന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പക്ഷത്ത്, അല്ലെങ്കിൽ സാത്താന്റെ പക്ഷത്ത്. ലോകത്തെ നാം സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തെ വെറുക്കും. ലോകത്തെ വെറുക്കുന്നെങ്കിൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കും. 4:6 പറയുകയാണ് യാക്കോബ്, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ അധികം നൽകുന്നു. എന്തുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിയാഞ്ഞത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസം നിമിത്തം. എന്നിട്ട് പിന്നീട് അവർ ചോദിച്ചു, എന്തുകൊണ്ട് സൗഖ്യമാക്കാൻ കഴിഞ്ഞത്? യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി നീങ്ങി പോകുന്നില്ല. ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ശരിയായ പ്രാർത്ഥനയും ഉപവാസവും നമ്മെ കൂടുതൽ താഴ്മയുള്ളവരാക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവന് മാത്രമേ താഴ്മ പഠിക്കാൻ പറ്റൂ. ദൈവത്തിന്റെ വചനം തനിക്ക് വേണ്ടി വായിക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ വെളിപ്പാടുണ്ടാകൂ. അവന് മാത്രമേ താഴ്മ പഠിക്കാൻ പറ്റൂ. പ്രസംഗത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ബൈബിൾ വായിച്ചില്ലെങ്കിൽ വണ്ടി ഇടിക്കുമെന്ന് പേടിച്ചിട്ട് വായിക്കുന്നവർക്കൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ആത്മാർത്ഥമായി എന്നോട് സംസാരിക്കണമേ. ഞങ്ങൾ തെറ്റിപ്പോയി എന്നുള്ള സ്ഥാനത്ത് ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ എന്നിലേക്ക്. യെസ് ലോർഡ്. അങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരാൾക്കാണ് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവത്തിന്റെ വെളിപ്പാടിൽ മാത്രമേ താഴ്മയുണ്ടാകൂ. താഴ്മയുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്നിലുള്ള വിശ്വാസം കുറയും. എന്നിലുള്ള വിശ്വാസം കുറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം കൂടുന്നു. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഒരു ഭൂതത്തോട് കൽപ്പിക്കുമ്പോൾ ഭൂതം കാണുന്നത് ബിജുവിനെയല്ല, ഭൂതം കാണുന്നത് വേറെ വ്യക്തിയല്ല, ഭൂതം കാണുന്നത് യേശുവിനെയാണ്. ഭൂതത്തിൽ പേടിയാണ്. വിശ്വാസം, പ്രാർത്ഥന. നമ്മളൊക്കെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ചർച്ചുകളിൽ ഉപവാസ പ്രാർത്ഥനകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? കഴിഞ്ഞ കാലങ്ങളിൽ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാനും പ്രമോഷൻ കിട്ടാനും കാശ് കിട്ടാനും വിസ കിട്ടാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ അതൊക്കെ ഇനി ഉപേക്ഷിക്കുക. ദൈവത്തോട് മാപ്പ് പറയുക. കർത്താവേ, എൻ്റെ ഭോഗത്തിൽ ഞാൻ വല്ലാതെ യാചിച്ചതൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കട്ടെ. മുറിയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കട്ടെ. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ജീവിതത്തിലുള്ള വീഴ്ചകളെ കണ്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകുമ്പോൾ ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയും,
കൂടുതൽ അറിയും തോറും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൂടും. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഈ വചനം നമ്മളെ കേൾപ്പിച്ചത് ഒരു പുതിയ പ്രസംഗ വിഷയം കിട്ടാൻ വേണ്ടിയല്ല. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസം യാന്ത്രികമായിട്ട് വന്നു കയറുന്നില്ല. വിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു. അത് പടിപടിയായിട്ടുള്ള ഒരു വളർച്ചയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, പ്രാർത്ഥനയിലൂടെ നമ്മളുടെ വിശ്വാസം നമുക്ക് കുറയും. നമ്മളുടെ വിശ്വാസം കുറയുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം കൂടും. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.